പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയൊക്കെ പ്രൊഫൈൽ പിക്ചർ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി അടിപൊളിയായിട്ട് ഇടുന്ന സുഹൃത്തുക്കൾക്ക് ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ചാനലിൽ ഞാൻ കൂടുതലും ആപ്ലിക്കേഷൻ അങ്ങനെ പരിചയപ്പെടുത്താറില്ല. എന്നാൽ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതിൻ്റെ പേരിലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഈ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും, എക്സ്പെക്ട് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി വെച്ച് അതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി അതിൽ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഗൂഗിളിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ മെയിൽ ഐ ഡി വെച്ച് ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. അത് നമ്മളിവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും എക്സ്പെക്ട് ആൻഡ് കണ്ടിന്യൂ എന്ന് കാണിക്കും. അത് നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ എഡിറ്റ് ഫോട്ടോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പെർമിഷൻ വരും, അത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാലറിയിൽ ഒരു ഫോട്ടോ ഇതുപോലെ നമ്മൾ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഇതിൽ പല പല ഓപ്ഷനുണ്ട് കേട്ടോ. ഇത് നമ്മൾ പല പല ടൂൾസുകളും ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് AI ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ, ആ ഫോട്ടോയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ചിലത് പെയ്ഡ് ആണ് കേട്ടോ. പെയ്ഡ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ മാറുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഏത് ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫോട്ടോയിൽ അനുയോജ്യമായിട്ടുള്ള ഏത് ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് ഗാലറിയിലേക്ക് ഇതുപോലെ സേവ് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ ഒരുപാട് ടൂളുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾ നോക്കുക. ഇത് ഞാനിപ്പോൾ അത്യാവശ്യം ഒരു കാര്യം മാത്രം പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോക്കി ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോയെ പല രീതിയിലാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഗുഡ് ബൈ. MK ചോയ്സ്.